Hello, I'm Dr. Preeti, ENT surgeon, St. John's Hospital, Kattappana. ഞാൻ സംസാരിക്കാൻ പോകുന്നത് സൈനസൈറ്റിസിനെ പറ്റിയാണ്. സൈനസ് എന്ന് പറയുന്നത് ക്യാവിറ്റീസ് ആണ്. നമ്മുടെ മൂക്കിൻ്റെ മേളിലും മൂക്കിൻ്റെ സൈഡിലായിട്ട് വരുന്ന ക്യാവിറ്റീസ് ആണ്. അതിൻ്റെ അകത്ത് കഫം കെട്ടിക്കിടക്കുമ്പോഴാണ് സൈനസൈറ്റിസ് എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് തരത്തിലുള്ള സൈനസൈറ്റിസ് ഉണ്ട്. അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. അക്യൂട്ട് എന്ന് പറയുന്നത് 7 ദിവസത്തിനേക്കാളും കൂടുതൽ കഫം കെട്ടിക്കിടക്കുമ്പോഴാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. ക്രോണിക് എന്ന് പറയുന്നത് 3 മാസം കഴിഞ്ഞിട്ടും അതിൽ കഫം കെട്ടിക്കിടക്കുമ്പോഴാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയപ്പെടുന്നത്. സൈനസൈറ്റിസിൽ മേജർ സിംറ്റംസ് ആയിട്ട് നമ്മൾ നോക്കുന്നത് തലവേദന, കണ്ണിൻ്റെ മേൽഭാഗത്തായിട്ട് നല്ല തലവേദന വരുന്നതും, മൂക്കടപ്പ്, ആ കണ്ണിൻ്റെ മേൽഭാഗത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വേദന കൂടുന്നതൊക്കെ സൈനസൈറ്റിസിൻ്റെ ഫീച്ചേഴ്സാണ്. മൂക്കിൽ അടപ്പ് വരുമ്പോഴത്തേക്കും മൂക്ക് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ കഫം വരും. ആ കഫം മഞ്ഞ കളറാണെങ്കിൽ അത് സൈനസൈറ്റിസിൻ്റെ ഫീച്ചേഴ്സാണ്. മൂക്കടയുമ്പം നമുക്ക് സ്മെൽ കിട്ടത്തില്ല. അപ്പം അതും ഒരു ഫീച്ചറായിട്ട് വരും, മേജർ ഫീച്ചറായിട്ട്. മൈനർ ഫീച്ചേഴ്സിലാണ് നമ്മൾ പനി ഒക്കെ വരുന്നത്. പക്ഷെ അത് ക്രോണിക് സൈനസൈറ്റിസിൽ ഭയങ്കര റെയറാണ്. അക്യൂട്ട് സൈനസൈറ്റിസിലാണ് നമ്മൾ പനി മേജർ ഫീച്ചറായിട്ട് കാണുന്നത്. ക്രോണിക് സൈനസൈറ്റിസിൻ്റെ മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മൂക്കിൻ്റെ അകത്ത് ദശ വളരുമ്പം, അതായത് പോളിപ്സ് വളരുമ്പം സൈനസിൻ്റെ ഓട്ടയിൽ കൂടെ കഫം ഇറങ്ങി വരാൻ പറ്റുന്നില്ല. അപ്പോഴാണ് 3 മാസത്തേക്കാളും കൂടുതലായിട്ട് കഫം ഉള്ളിൽ കെട്ടിക്കിടക്കുന്നത്. അതാണ് മെയിൻ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. രണ്ടാമത്തെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുമ്പം. മൂന്നാമത്തെന്ന് പറയുമ്പം മൂക്കിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ തൊലി, അതിൽ നല്ല നീർക്കെട്ട് വരുമ്പോഴത്തേക്കും ആ സമയത്തും സൈനസിൽ നിന്ന് ഓട്ടയിൽ കൂടെ ആ കഫം ഇറങ്ങി വരാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോഴൊക്കെയാണ് സൈനസൈറ്റിസ് 3 മാസത്തേക്കാളും കൂടുതലായിട്ട് പെർസിസ്റ്റ് ചെയ്യുന്നത്.